ഉണ്ടാവണമെന്ന് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടതാണ്. അതിന് വേണ്ടുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പക്ഷേ ഇപ്പം വിവിധ പ്രദേശങ്ങളിലായിട്ട് ഈ പ്രശ്നം അതിരൂക്ഷമായി. നമുക്കിനിയും ശരിക്കുള്ള മൺസൂൺ ഇനിയും വന്നിട്ടില്ല. കർക്കിടക മാസം കുറച്ച് ദിവസങ്ങൾക്കപ്പുറമാണ്, അല്ലേ? 25 ദിവസങ്ങൾക്കപ്പുറമാണ്. അപ്പോൾ അത് നമ്മളെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതും കൂടി കണക്കാക്കി ഇപ്പോഴെങ്കിലും ആ ചർച്ചയ്ക്കുള്ള മീറ്റിംഗ് വിളിച്ചാൽ, ഞാനതിന് ശ്രമിച്ചു, നടന്നിട്ടില്ല. അദ്ദേഹത്തിനോട് ഒന്നുകൂടി ആവശ്യപ്പെടുന്നു, കളക്ടർ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ അതിൽ ഈ പ്രദേശങ്ങളുടെ എല്ലാ MLA-മാരും ഈ വെള്ളമൊഴുക്കുള്ള വാർഡുകളുടെ എല്ലാം മെമ്പർമാരും എല്ലാവരും കൂടെ വന്നിരുന്ന് സമഗ്രമായ ഒരു പദ്ധതിക്ക് ഒരു ആലോചന ഇപ്പോൾ നടത്തി അടുത്ത വർഷത്തെ മഴക്കാലത്തിന് മുമ്പെങ്കിലും ഇത് ചെയ്തെടുക്കാൻ അതിലേത് രീതിയിൽ സഹകരിക്കണോ സഹകരിക്കാൻ തയ്യാറാണ്. ഒരു MP എന്ന നിലയ്ക്ക് മാത്രമേ എനിക്ക് സഹകരിക്കാൻ പറ്റൂ. കേന്ദ്രത്തിലെ ഒരു വകുപ്പിൻ്റെയും നമുക്കിതിനകത്ത് കൊണ്ടുവന്ന് ചേർക്കുന്നതിന് ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് സാധ്യമാകുക എന്ന് സത്യത്തിൽ എനിക്കറിയില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് അവർ പറയട്ടെ. ഇപ്പോൾ ഈ ഒരൊറ്റ സ്പില്ലിനെ സംബന്ധിച്ച്, ഈ ബണ്ടിനെ സംബന്ധിച്ച്, ഈ ബണ്ട് ചെളി വെച്ച് നിർമ്മിക്കുന്ന സമ്പ്രദായത്തോട് എനിക്ക് യോജിപ്പില്ല. അത് വലിയ തട്ടിപ്പാണ്, വലിയ അഴിമതിക്കും. അത് കേരളത്തിലെ മുഴുവൻ ബണ്ടുകളും അങ്ങനെ തന്നെയാണ്, അഴിമതി കൂമ്പാരങ്ങളാണ്. ഈ നാട്ടുകാർ പറയുന്നത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാം, തൊട്ട് മേലെയുള്ള ഒരു സ്പില്ലാണ്, അത് സ്ലൂസ് ബ്രിഡ്ജ് പോലത്തെ ഒരു സ്പിൽവേക്കാണ് അവർ പറയുന്നത്. അതിന് 46 ലക്ഷം രൂപയ്ക്ക് ടെൻഡറായി എന്ന് പറയുന്നു. ആ ടെൻഡറായെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പണി തുടങ്ങിയില്ല? കാശില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ MP ഫണ്ടിൽ നിന്ന് ആ 46 ലക്ഷവും അല്ലെങ്കിൽ 50 ലക്ഷവും കൊടുക്കാൻ തയ്യാറാണ്. ഈ മഴക്കാലം കഴിയുമ്പോൾ അവർ പണി തുടങ്ങുമോ എന്നുള്ളത് പറയട്ടെ. എന്നുള്ളത് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. പ്രതിഷേധത്തിൽ കാര്യമില്ല.